മലയാളത്തിലെ റൊമാന്റിക് കോമഡി ചിത്രമായ പൈങ്കിളി 2025 ഫെബ്രുവരി 14 റിലീസ് ചെയ്തു. ചിത്രം സ്ഥിരയുള്ള വേഗതയിൽ മുന്നേറുമ്പോൾ ചിത്രത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ചിത്രത്തിന് ആശങ്കാജനകമായിരിക്കാം. 5-ാം ദിവസത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് നോക്കാം. സജിൻ ഗോപു അഭിനയിച്ച ചിത്രം 70 ലക്ഷം രൂപയിൽ റിലീസ് ചെയ്തു. 2-ാം ദിവസം തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ കുറഞ്ഞ് 55 ലക്ഷം രൂപ നേടി. 3-ാം ദിവസം ചിത്രം 72 ലക്ഷം രൂപ നേടി. 4-ാം ദിവസം ചിത്രം വൻതോതിൽ ഇടിഞ്ഞു, 28 ലക്ഷം രൂപ നേടി. ഇപ്പോൾ 5-ാം ദിവസം പൈങ്കിളി ഇതുവരെ നേടിയതിൽ വച്ച് ഏറ്റവും കുറഞ്ഞ കളക്ഷൻ നേടി. 10% ഇടിവ് രേഖപ്പെടുത്തി 25 ലക്ഷം രൂപ നേടി. സ്ഥിരയുള്ള വേഗതയിൽ മുന്നേറുന്നുണ്ടെങ്കിലും ഇത് സിനിമയ്ക്ക് അത്ര അനുകൂലമല്ല. പൈങ്കിളിയുടെ ഇന്ത്യയിലെ ആകെ കളക്ഷൻ ഇപ്പോൾ 2.5 കോടിയാണ്. ചിത്രം ഇതുവരെ 3 കോടി കടന്നിട്ടില്ല. മികച്ച വാമൊഴിയിലൂടെയും കളക്ഷനിൽ സ്ഥിരയാർന്ന ഗ്രാഫ് നേടുന്നതിലൂടെയും ചിത്രത്തിന്റെ കളക്ഷൻ മെച്ചപ്പെടുത്താൻ കഴിയും. നിരൂപകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒരുപോലെ നെഗറ്റീവ് പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിരുന്നാലും സജിൻ ഗോപുവിന്റെ പ്രകടനത്തെ പ്രേക്ഷകർ പ്രശംസിച്ചു.